രേണുസുതിക്കെതിരെ ആൽബത്തിന്റെ ഗൂഢാലോചന. വളരെ മോശമായ രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കുകയും വളരെ മോശമായ രീതിയിലുള്ള രംഗങ്ങൾ അഭിനയിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ് രേണുസുതിയുടെ ഷെഫീന ബീവിക്കെതിരെയുള്ള ആരോപണം. വെറും വൃത്തികെട്ടതാണ് അവർ പറഞ്ഞത്. ആ ഡ്രസ്സുകളൊന്നും എനിക്ക് പറ്റുന്നില്ലാത്ത അവര് ഈ ഡ്രസ്സ് ഇടുന്നതിന് മുന്നേ എനിക്ക് വീട്ടിൽ അയച്ചു തരാന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ അയച്ചു തന്നിട്ടില്ല ഡ്രസ്സ്. ഞാൻ അന്ന് രാവിലെയാണ് ഈ ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കുന്നത്. കംഫർട്ടബിൾ അല്ലായിരുന്നു. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ആരെങ്കിലും എന്താ പറയാ, എനിക്ക് കംഫർട്ടബിൾ ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ പേഴ്സണൽ ആയിട്ട് ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. ഇല്ല, എനിക്കറിയില്ല ഇവരെന്താണ് പറയുന്നത്, എനിക്കറിയില്ല. ഇനിയിപ്പം ഡ്രഗ്സ് ഉപയോഗിച്ച് ഇവർ ഈ പറയുന്നത് ഞാൻ എന്തായാലും അവിടെ മദ്യപിച്ചിട്ടുമില്ല, ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുമില്ല. ആ ഒരു ലൊക്കേഷൻ ഞാൻ എന്തായാലും ലൊക്കേഷൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു ആൽബത്തിന് പോയ പ്രശ്നങ്ങളാണ്. ഞാനത് വേണ്ട, നിർത്തിയേക്ക്, നമുക്കൊന്നും പറയണ്ട എന്ന് വെച്ചിരുന്നപ്പം ഇവര് തന്നെ അത് എടുത്തിട്ടിട്ടുണ്ട്. കാരണം എന്റെ വെറും കരിവാരി തേച്ചുകൊണ്ട് അവിടെ നടന്ന സത്യം എന്താണെന്നുള്ളത് വളച്ചൊടിച്ചുകൊണ്ടാണ് അവര് വൃത്തികെട്ട രീതിയിൽ ഇവരുടെയൊക്കെ ഒരു വിചാരമുണ്ട്. നമ്മൾ ആൽബത്തിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോ ഇവനൊക്കെ പറയുന്നത് ഈ നിതിനാലിനെ പോലുള്ള വെറും ഈ ആൽബം ഡയറക്ട് ചെയ്ത് തെറ്റിയൊക്കെ പറയുന്ന പോലെ നമ്മളത് അഭിനയിക്കുന്ന ഒരുത്തിയാണ് രേണുസുതി. ഇങ്ങനെ കുറച്ചു പേരുടെ ധാരണ പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീൻ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇവർക്ക് ഈ പറയുന്ന വൃത്തികെട്ട സീൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇവൻ പല സീനുകളും അന്ന് ആ നിമിഷമാണ് ഇവന് പറയുന്നത്. മാറ്റി നിർത്തിയൊക്കെ എന്നെ പറഞ്ഞു, രേണു ഇങ്ങനെ ചെറിഞ്ഞവന് നടക്കത്തില്ല. അതൊന്നും കുഴപ്പമില്ല രേണുവിന് മറ്റു ആൽബത്തിലൊക്കെ അഭിനയിക്കുന്നില്ല. ഞങ്ങൾക്ക് മറ്റു ആൽബത്തിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീൻ മാത്രമേ അവർ പറയുന്നില്ല. ആണെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീൻ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. വെറും വൃത്തികെട്ട രീതിയിലുള്ള ഡ്രസ് ഇടുക, അഭിനയിക്കാൻ ഇപ്പോൾ എനിക്കത് പറ്റത്തില്ലാത്ത കാര്യമായിട്ടാണ് ഞാൻ ഇവിടെ പൂർണ്ണമായി ഒരു നല്ലൊരു വർക്കാണെന്ന് വിചാരിച്ചു പോയി രേണുവിനെ മനഃപൂർവ്വം ചതിക്കാൻ. കാരണം അവർ കട കടച്ചിട്ട് ക്യാമറമാൻ വന്ന് സംസാരിക്കുന്നത് പല രീതിയിലും എന്നെ അങ്ങോട്ട് കൺവീൻസ് ചെയ്യാൻ നോക്കുവാണ്. നിങ്ങൾ ഒരു ആ നായകൻ എന്ന് പറയുന്നത് അവനെന്നെ ഇങ്ങനെ എടുത്തേ പറ്റത്തുള്ളൂ. കാലിൽ അവൻ ഇവിടെ ഇരുത്തണമെന്ന് അവന്റെ എളിയിൽ എന്താ ഞാൻ നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ എടുത്ത് അഭിനയിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കിയെടുത്ത് അഭിനയിച്ചു, അഭിനയിക്കുന്നതിന് കുഴപ്പമില്ല എടുക്കുന്നത്. പക്ഷെ എന്നിട്ടും പറഞ്ഞ സീനും എനിക്ക് കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞ് ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞതിനാണ് ഇവര് എനിക്കിപ്പം തോന്നിയത് ഒരു ആൽബം അല്ലായിരുന്നു. ഷെഫീന ബീവി എന്ന് പറയുന്ന വെറും വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീ എന്നെ കൊല്ലാക്കൊല ചെയ്ത് എന്റെ കുടുംബത്തെ എന്റെ മക്കളെ തമ്മിൽ തല്ലിച്ച് നശിപ്പിക്കുന്ന ഒരു സ്ത്രീ ഇറങ്ങിയിട്ടുണ്ട് രംഗത്ത്. വെറും വൃത്തികെട്ടതാണ് അവർ പറഞ്ഞത്. ആ ഡ്രസ്സുകളൊന്നും എനിക്ക് പറ്റുന്നില്ലാത്ത അവര് ഈ ഡ്രസ്സ് ഇടുന്നതിന് മുന്നേ എനിക്ക് വീട്ടിൽ അയച്ചു തരാന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ അയച്ചു തന്നിട്ടില്ല ഡ്രസ്സ്. ഞാൻ അന്ന് രാവിലെയാണ് ഈ ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കുന്നത്. കംഫർട്ടബിൾ അല്ലായിരുന്നു. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ആരെങ്കിലും എന്താ പറയാ, എനിക്ക് കംഫർട്ടബിൾ ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ പേഴ്സണൽ ആയിട്ട് ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. ഇല്ല, എനിക്കറിയില്ല ഇവരെന്താണ് പറയുന്നത്, എനിക്കറിയില്ല. ഇനിയിപ്പം ഡ്രഗ്സ് ഉപയോഗിച്ച് ഇവർ ഈ പറയുന്നത് ഞാൻ എന്തായാലും അവിടെ മദ്യപിച്ചിട്ടുമില്ല, ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുമില്ല. ആ ഒരു ലൊക്കേഷൻ ഞാൻ എന്തായാലും ലൊക്കേഷൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു ആൽബത്തിന് പോയ പ്രശ്നങ്ങളാണ്. ഞാനത് വേണ്ട, നിർത്തിയേക്ക്, നമുക്കൊന്നും പറയണ്ട എന്ന് വെച്ചിരുന്നപ്പം ഇവര് തന്നെ അത് എടുത്തിട്ടിട്ടുണ്ട്. കാരണം എന്റെ വെറും കരിവാരി തേച്ചുകൊണ്ട് അവിടെ നടന്ന സത്യം എന്താണെന്നുള്ളത് വളച്ചൊടിച്ചുകൊണ്ടാണ് അവര് വൃത്തികെട്ട രീതിയിൽ ഇവരുടെയൊക്കെ ഒരു വിചാരമുണ്ട്. നമ്മൾ ആൽബത്തിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോ ഇവനൊക്കെ പറയുന്നത് ഈ നിതിനാലിനെ പോലുള്ള വെറും ഈ ആൽബം ഡയറക്ട് ചെയ്ത് തെറ്റിയൊക്കെ പറയുന്ന പോലെ നമ്മളത് അഭിനയിക്കുന്ന ഒരുത്തിയാണ് രേണുസുതി. ഇങ്ങനെ കുറച്ചു പേരുടെ ധാരണ പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീൻ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇവർക്ക് ഈ പറയുന്ന വൃത്തികെട്ട സീൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇവൻ പല സീനുകളും അന്ന് ആ നിമിഷമാണ് ഇവന് പറയുന്നത്. മാറ്റി നിർത്തിയൊക്കെ എന്നെ പറഞ്ഞു, രേണു ഇങ്ങനെ ചെറിഞ്ഞവന് നടക്കത്തില്ല. അതൊന്നും കുഴപ്പമില്ല രേണുവിന് മറ്റു ആൽബത്തിലൊക്കെ അഭിനയിക്കുന്നില്ല. ഞങ്ങൾക്ക് മറ്റു ആൽബത്തിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീൻ മാത്രമേ അവർ പറയുന്നില്ല. ആണെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീൻ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. വെറും വൃത്തികെട്ട രീതിയിലുള്ള ഡ്രസ് ഇടുക, അഭിനയിക്കാൻ എനിക്കത് പറ്റത്തില്ലാത്ത കാര്യമായിട്ടാണ് ഞാൻ ഇവിടെ പൂർണ്ണമായി ഒരു നല്ലൊരു വർക്കാണെന്ന് വിചാരിച്ചു പോയി രേണുവിനെ മനഃപൂർവ്വം ചതിക്കാൻ. കാരണം അവർ കട കടച്ചിട്ട് ക്യാമറമാൻ വന്ന് സംസാരിക്കുന്നത് പല രീതിയിലും എന്നെ അങ്ങോട്ട് കൺവീൻസ് ചെയ്യാൻ നോക്കുവാണ്. നിങ്ങൾ ആ നായകൻ എന്ന് പറയുന്നത് അവനെന്നെ ഇങ്ങനെ എടുത്തേ പറ്റത്തുള്ളൂ. കാലിൽ അവൻ ഇവിടെ ഇരുത്തണമെന്ന് അവന്റെ എളിയിൽ എന്താ ഞാൻ നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ എടുത്ത് അഭിനയിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കിയെടുത്ത് അഭിനയിച്ചു, അഭിനയിക്കുന്നതിന് കുഴപ്പമില്ല എടുക്കുന്നത്. പക്ഷെ എന്നിട്ടും പറഞ്ഞ സീനും എനിക്ക് കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞ് ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞതിനാണ് ഇവര് എനിക്കിപ്പം തോന്നിയത് ഒരു ആൽബം അല്ലായിരുന്നു. ഷെഫീന ബീവി എന്ന് പറയുന്ന വെറും വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീ എന്നെ കൊല്ലാക്കൊല ചെയ്ത് എന്റെ കുടുംബത്തെ എന്റെ മക്കളെ തമ്മിൽ തല്ലിച്ച് നശിപ്പിക്കുന്ന ഒരു സ്ത്രീ ഇറങ്ങിയിട്ടുണ്ട് രംഗത്ത്.